ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉരുണ്ട ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി പെയിൻറ്റിങ് എന്ന് പറയാം. ഒരു കുഞ്ഞ് പെയിൻറ്റിങ് എന്നാൽ എളുപ്പമാണ്, വെറൈറ്റിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലൊരു ബോട്ടിലെടുക്കാം. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലും ഒരു പെൻസിൽ വെച്ചിട്ട് പകുതിയായിട്ട് ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്യുക. ഇത് ഇങ്ങനെ നേരെ കുപ്പിയുടെ തല മുതൽ ആ ഒരു താഴെ വരെ ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ വരച്ച ഭാഗം കാണിച്ചു തരാം. പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ദേ ഞാനൊരു ചെറിയ പെൻസിൽ വെച്ച് വരച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ആ ഭാഗത്ത് ഒരു സൈഡ് നമ്മൾ യെല്ലോ കളർ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും റൗണ്ട് ഷേപ്പിലല്ലേ കൊടുക്കുന്നത്, ഇത് നമ്മൾ നീളത്തിലാണ് കൊടുക്കുന്നത്. രണ്ടാക്കിയിട്ട് കുപ്പി രണ്ട് കളർ ചെയ്യാം. അപ്പോൾ ദേ നമ്മൾ യെല്ലോ കളർ സ്പോഞ്ച് വെച്ചോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചോ കൊടുക്കാം. ഇതിപ്പം ഞാൻ ഉപയോഗിക്കുന്ന ചോക്ക് പെയിൻ്റാണ്. ചോക്ക് പെയിൻ്റ് ഇല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതേ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ഭാഗം നമ്മൾ ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 2 കോട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോഴേ കാണാൻ കുറച്ചും കൂടെ ഒന്ന് നല്ല ഭംഗിയായത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ 2 കളർ കിട്ടിയില്ലേ, 2 ഭാഗത്ത് 2 കളർ. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ഒരു കുഞ്ഞ് ബ്രഷ് എടുക്കുക, ഒരു 000 ബ്രഷ് എടുക്കുക, വൈറ്റ് അക്രിലിക് പെയിൻറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ലീവ്സ് വരച്ചു കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വരയ്ക്കാം കേട്ടോ. ഇവിടെ ഞാനൊരു സിമ്പിൾ ലീഫായിട്ടാണ് വരയ്ക്കണത്. എന്നിട്ട് ഒരു സൈഡ് ലീഫിൻ്റെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സൈഡിൽ വൈറ്റ് പെയിൻറ്റ് കൊടുക്കുന്നു, ഒരു സൈഡ് ആ ഒരു ബ്ലൂ കളർ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പം ഇതുപോലെ ഇതുപോലെ ലീഫ് വരച്ചു. എന്നിട്ട് അതിനെ ഒന്ന് നമ്മുടെ ആ സെൻറ്ററിലൂടെ ഒരു വര എടുത്തു. എന്നിട്ട് ഒരു സൈഡ് നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് കൊടുക്കുന്നു. കണ്ടില്ലേ, ഇതുപോലെ വൈറ്റ് കളർ പെയിൻറ്റ് കൊടുക്കുക. അത് ഞാൻ ഫുള്ള് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ 3 വരച്ചതിന് ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ചു ഒരെണ്ണം കൊടുക്കാമെന്ന്, അതിനാണ് അങ്ങനെ ചെയ്തത്. പിന്നെ 3 ഒരുമിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സംഭവം ഇങ്ങനെയായി മാറി. അപ്പം ഞാൻ പിന്നീട് ഒരു ബ്രഷ് എടുത്തിട്ട് കുറച്ചും കൂടെ തിക്നെസ് കൂടിയൊരു ബ്രഷ് എടുത്തിട്ട് ആ ഒരു ഭാഗം ഫുള്ള് വൈറ്റ് കൊടുത്തതാണിത്. അപ്പോൾ കണ്ടില്ലേ, ഒരു സൈഡ് വൈറ്റും ഒരു സൈഡ് ബ്ലൂ ആയിട്ട് മാറി ഇതുപോലെ. അപ്പോൾ ഇതേ നമ്മൾ ലീഫ് വരച്ച് കഴിഞ്ഞു. ഒരു സൈഡ് മൊത്തം ലീഫ് വരച്ച് കഴിഞ്ഞു. ഒരു സൈഡ് വൈറ്റും ഒരു സൈഡ് ബ്ലൂ ആക്കി നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഒരു യെല്ലോ ഭാഗത്ത് വരച്ചിട്ടില്ലല്ലോ, കുറച്ച് അപ്പുപ്പന്താടി വരച്ചാലോ നമുക്ക്. അപ്പോൾ ഇത് അപ്പുപ്പന്താടി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പുപ്പന്താടി എങ്ങനെയാണോ നമ്മൾ പെൻസിലും പെയിൻറ്റും ഒക്കെ വെച്ചിട്ട് വരയ്ക്കില്ലേ, ക്യാൻവാസിലൊക്കെ വരയ്ക്കാറില്ലേ, അതുപോലെ ചെറിയൊരു അപ്പുപ്പന്താടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര വലിയ അപ്പുപ്പന്താടിയൊന്നും അല്ല, കുഞ്ഞ് അപ്പുപ്പന്താടി വരച്ചു കൊടുക്കുകയാണേ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറന്ന് കിടക്കുന്ന അപ്പുപ്പന്താടി ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു കുഞ്ഞ് ബ്രഷ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ 2 അപ്പുപ്പന്താടി വരച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അത് ഇതുപോലെ ചുമ്മാ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, എന്നിട്ടൊരു താഴത്തേക്ക് ഒരു ചെറിയ സ്റ്റെമ്മും വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു അറ്റത്തെല്ലാം ഒരു ചെറിയ കുത്ത് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞപ്പുപ്പന്താടി ആയിട്ടുണ്ട്. അത് ഈ ഒരു യെല്ലോ ഭാഗം മൊത്തത്തിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അതിൽ ഓളം നമുക്ക് കൊടുക്കാൻ ഒട്ടും മറക്കല്ലേ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മൾ 2 സൈഡും വരച്ച് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ? സിമ്പിൾ പെയിൻറ്റിംഗ് ആണ്, ഒരു വെറൈറ്റി പെയിൻറ്റിംഗ് ആണ്. 2 കളർ, ഈ കളർ രണ്ടും നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു കളർ തന്നെ വേണമെന്നൊന്നുമില്ല. ലീഫ് നമ്മൾ ആ കളർ കൊടുക്കുന്ന ഏതാണോ അതനുസരിച്ച് നമുക്ക് ആ ലീഫും അപ്പുപ്പന്താടിയൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. കളർ മാറ്റി കൊടുക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാരു സർക്കിൾ വ്ളോഗ്സിൽ വീഡിയോ വന്നിട്ടുണ്ട്. കുറേ ദിവസത്തിന് ശേഷം ഞാൻ അതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൽ കയറുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.